എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, Hanged Man, Five of Pentacles, Fool card വന്നിട്ടുണ്ട്, Page of Cups, Wheel of Fortune, Nine of Pentacles. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പര്യായമായിട്ടാണ് ഈ കാർഡ് കാണുന്നത്. നിങ്ങൾക്ക് ഇന്ന് വളരെ സ്വാധീന ശക്തി വർദ്ധിക്കുന്നതായിട്ട് കാണണം. വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങളുടേത് ഇന്നത്തേത്. സ്വന്തം വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം എല്ലാ ഇടപെടലുകളും നടത്തുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലുള്ള നിങ്ങളുടെ കഴിവുകളൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം പ്രകടമാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ടാക്ടിക്സുകൾ, എന്തെങ്കിലും ഐഡിയാസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരെ വളരെയധികം അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതെങ്കിലും ക്ലയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കിന്ന് ഒരു കൂടിക്കാഴ്ച നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ നിങ്ങളിലേക്ക് സ്വാധീനിച്ച് കൊണ്ടുവരാനുള്ള കഴിവ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. വാക്കിലും പ്രവൃത്തിയിലും വളരെയധികം അട്രാക്റ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്കിന്ന് മണി എങ്ങനെ അട്രാക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മണി എങ്ങനെ ചെയ്തെടുക്കാം, പുതിയതായിട്ട് മണി എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ബ്ലെസ്സിങ്സും തരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, കാരണം ഇത് വീൽ ഓഫ് ഫോർച്യൂണും ഹാങ്ഡ് മാനും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവുകയാണ്. കാലചക്രം തിരിയാണ്, ഭാഗ്യചക്രമാണ് അത് തിരിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം മാറി നിങ്ങൾ പുതിയ ഒരു ഉണർവിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ ഒക്കെ വളരെയധികം ഹെൽപ്പ് അല്ലെങ്കിൽ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ വിലയിരുത്തി തക്കതായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു സിറ്റുവേഷനെ മറികടക്കാനുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കിന്ന് കിട്ടുന്നുണ്ട്. നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു സമൃദ്ധിയുടെയും ആഡംബരത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പം സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് വളരെയധികം കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു.
സുഖകരവും സുരക്ഷിതവുമായ ഒരു ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പരിശ്രമത്തിന് വിജയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പ്രകൃതിയുമായി വളരെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രകൃതിയിൽ വളരെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ വളരെയധികം ഇന്ന് അഭിമാനം കൊള്ളുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വില കൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അങ്ങനെയുള്ള നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. അപ്പോൾ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്ന പണത്തിൻ്റെ കാര്യത്തിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിനും ഒരു സമ്പൽ സമൃദ്ധി ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളെ പുതിയൊരു കോണിലൂടെ വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നേരെ വിപരീതമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സക്സസ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വളരെയധികം വ്യത്യാസം സംഭവിക്കുന്നുണ്ടാകും. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ഉണർവും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് കാര്യവിജയങ്ങളും ഒക്കെ സംഭവിക്കുന്നത് ഈ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഡിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് മാറി വേറൊരു രീതിയിൽ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് സക്സസ് ആക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് വരുന്നില്ലെങ്കിൽ നമ്മളത് വേറൊരു വഴിയിൽ കൂടി അത് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്, അത് റിവേഴ്സായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നത്. നിങ്ങളുടെ ശൈലി തന്നെ വളരെയധികം വ്യത്യാസപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എടുക്കുന്ന രീതി ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇതുവരെ നിങ്ങൾ ചിന്തിച്ച് എടുത്ത ശൈലിയിലായിരിക്കില്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലിയിലാണ് നിങ്ങളിപ്പോൾ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സക്സസ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂണാണ്. ഇതൊരു ഭാഗ്യചക്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിലേക്ക്, അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇത് തിരിയുന്നു എന്നാണ് പറയുന്നത്. സുപ്രധാനമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. നീതി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് കുറ്റപ്പെടുത്തുകയോ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് കണ്ടെത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും പല ആളുകളും. അപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം അവർ റിയലൈസ് ചെയ്യുകയാണ് നിങ്ങളാണ് ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് നീതിയുള്ളത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. നിങ്ങളാണ് ശരിയെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, നിങ്ങളുടെ ഭാഗത്താണ് നീതി എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാണ്. അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുകളിലും കുറേ മാറ്റങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. നല്ല ഫലങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങൾക്കതെല്ലാം ജീവിതത്തിൽ ഒരു വഴിത്തിരിവാവുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. പുതിയൊരു വഴിത്തിരിവ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അവിവാഹിതരായ ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം കണ്ടെത്തുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും. പുതിയ ഒരു വ്യക്തിയെ നിങ്ങളിന്ന് കണ്ടുമുട്ടുന്നുണ്ട്. ആ കണ്ടുമുട്ടുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളെ വളരെയധികം അനുകൂലമായി സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. പുതിയ തുടക്കങ്ങൾ ഇന്ന് നമ്മൾക്ക് വരുന്നുണ്ട്. പുതിയ പരിവർത്തനങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. യൂണിവേഴ്സിനെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കഴിവിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ ബുദ്ധിശക്തിയെയും ഒക്കെ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിലയിരുത്താൻ നിങ്ങൾക്കിന്ന് സാധിക്കുന്നുണ്ട്. പുതിയ ആളുകളെ കണ്ടെത്തുന്നത് മൂലം നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷവും
പുതിയ കാഴ്ചപ്പാടുകളും ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുന്നതിലൂടെ നമ്മളുടെ വീക്ഷണകോണിലല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാനും കാര്യങ്ങളെ വേറൊരു രീതിയിൽ നിരീക്ഷിക്കാനും പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സന്തോഷം കൊണ്ടുതരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സക്സസ്സും കൊണ്ടുതരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു യാത്ര ഉണ്ടാവാമായിരിക്കാം. ആ യാത്ര നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് സംഭവിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് സംഭവിക്കുന്നത്. നല്ല ഫലങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പുതിയ എന്തെങ്കിലും പ്രോജക്റ്റുകളോ കാര്യങ്ങളോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. സൃഷ്ടിപരമായ കഴിവുകൾ ഉപയോഗിച്ച് കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കഴിവുകളെയും നിങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഇന്നത്തെ ദിവസം എന്താ പറയുക, ഒരു പുതിയ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. നിങ്ങളോടും പ്രതീക്ഷിക്കാത്തൊരു ന്യൂസായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കാം. ഒരു പുതുമയുള്ള വാർത്ത നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ വാർത്ത നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. വളരെയധികം നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ്സ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് കിട്ടും. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്കിതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എൻ്റെ റീഡിങ്സുമായിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.